അതെ, എപ്പോഴും എണ്ണയിൽ മുക്കി പൊരിച്ചൊക്കെ കഴിക്കുമ്പോൾ ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ കാണും. ഇന്ന് ഹെൽത്തി ആയിട്ടൊന്നും കഴിച്ചില്ലല്ലോ എന്ന്, അല്ലേ? അങ്ങനെയുള്ള ദിവസങ്ങളിൽ വയറിനും മനസ്സിനും ഒരുപോലെ സന്തോഷം തരാൻ പറ്റിയ ഒരു ഐറ്റാണ് കേട്ടോ ആവിയിൽ പുഴുങ്ങിയ ഇലയട. കഴിച്ചിട്ടുണ്ടോ നിങ്ങള്? നല്ല ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം പാൻ ചൂടായതിനു ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അതിലേക്ക് പഴം ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാനിവിടെ തേങ്ങ ചിരകിയത് അത്യാവശ്യം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഇട്ട് കൊടുത്തത് റവയാണ്. 3/4 കപ്പോളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഞാൻ അരിപ്പൊടി ആട്ടോ ചേർത്തിട്ടുള്ളത്. അരിപ്പൊടി 1 കപ്പ് എടുത്തിട്ട് അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ്, അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ശർക്കരപ്പാനി നിങ്ങളെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാനി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വാഴയില വേണം. അപ്പോൾ ഇത് ഞാൻ വാഴയിലൊക്കെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കുക. എനിക്ക് ഈ ആവിയിൽ വേവിച്ച പലഹാരങ്ങളോടൊക്കെ ഭയങ്കര കൊതിയാണ്. നിങ്ങളും അങ്ങനെയാണോ? മുമ്പ് നമ്മൾ ചക്ക വെച്ചിട്ട് ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കര ടേസ്റ്റ് ആട്ടോ. കാണാത്തവരൊന്ന് പോയി കാണണേ, എന്നിട്ട് ട്രൈ ആക്കും വേണം. അപ്പൊ ഇത് ഞാൻ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്ത് ഇല ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കണ പണിയുള്ളൂ കേട്ടോ. അപ്പൊ ഞാനിവിടെ ഇതുപോലെ ഇറച്ചിക്കൊട്ട എന്നൊക്കെ ഇവിടെ പറയും. അതിലിതുപോലെ ഇങ്ങനെ അസംബിൾ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് മൂടി വെച്ചിട്ട് ദം ചെയ്യണ രൂപത്തിലാട്ടോ ഞാനിവിടെ ആവിക്ക് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ സ്റ്റീമർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 20-25 മിനിറ്റ് അത്രയാണ് എനിക്കെടുത്ത സമയം കേട്ടോ ഇത് പുഴുങ്ങിയെടുക്കാനായിട്ടേ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം. അപ്പം നമ്മുടെ സംഭവം നല്ല അടാറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് എനിക്കത് ഒന്നും കൂടെ ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. കാരണം 2 ദിവസമായി ഇത് കഴിച്ചിട്ടേ. സംഭവം ഈസിയാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ട്രൈ ആക്കിക്കോ, നഷ്ടാവൂല. അപ്പം ഇങ്ങനെ ട്രൈ ആക്കല്ലേ, ആദ്യം സേവ് ആക്കിക്കോ, പിന്നെ ട്രൈ ആക്കിക്കോ. അപ്പോൾ ശരി, എന്നാ ടാറ്റാ, ബൈ ബൈ.